കേരളത്തിൽ ഒരു ഫാക്ടറി തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണോ നിങ്ങൾ? സൂക്ഷിക്കുക, അത് നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരിക്കാം. അത് നിങ്ങളെ സാമ്പത്തികമായി തകർക്കുകയും ചുവപ്പ് നാടയിൽ കുരുക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ അറബിക്കടലിൻ്റെ തീരത്ത് ചിതറിക്കുകയും ചെയ്തേക്കാം. ചുരുക്കം ചിലർക്ക് ഭയപ്പെടുത്തുന്ന ഇതുപോലുള്ള തലക്കെട്ടുകൾക്കപ്പുറം കണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന സംരംഭകർ അത് അവരുടെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നു എന്നുള്ളതാണ്. കേരളത്തിലൊരു സമ്പൂർണ്ണ ദുരന്തവും വൻ വിജയവും തമ്മിലുള്ള അതിർവരമ്പ് വളരെ നേർത്തതാണ്. ആ വരമ്പ് വരച്ചിരിക്കുന്നത് ഭൂരിഭാഗം ആളുകൾക്കും ലഭ്യമല്ലാത്ത വിവരങ്ങൾ കൊണ്ടാണ്. അപ്പോൾ വിജയികൾക്ക് അറിയാവുന്നത് എന്താണ്, നിങ്ങൾക്ക് അറിയാത്തത് എന്താണ്? ഞങ്ങളോടൊപ്പം നിൽക്കൂ, കാരണം ഞങ്ങൾ ആ തിരശ്ശീല ഉയർത്താൻ പോവുകയാണ്. അതെന്താണെന്നറിയാൻ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദി സ്റ്റാർട്ട് മാപ്പ്, നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഉത്തമ വഴികാട്ടി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമുക്ക് യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാം. പതിറ്റാണ്ടുകളായി കേരളം ഒരു പ്രഹേളികയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 95% ഡിജിറ്റൽ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനം വ്യാവസായിക വളർച്ചയിൽ എങ്ങനെയോ പിന്നോട്ട് പോയി. മികച്ച ജീവിത നിലവാരത്തിന് പേരുകേട്ട ഒരിടം ഒരു പേടി സ്വപ്നമായി പലപ്പോഴും കാണപ്പെടുന്നു. ഈ ഒരു കഥ വളരെ ശക്തവും വിശ്വാസയോഗ്യവുമായിരുന്നു. അത് എണ്ണമറ്റ നിക്ഷേപകരെ ഭയപ്പെടുത്തി ഓടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. പക്ഷേ ഇതാണ് കാര്യം, ആ കഥ പഴയതാണ്. ബിസിനസ്സിൽ പഴയ വിവരങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്നത് പാപ്പരാകാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ്. യഥാർത്ഥ കഥ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലും സങ്കീർണവും ശരിയായ വ്യക്തിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മുടെ നാട് ഒരുപാട് മാറി. ഇന്ന് നമ്മുടെ സംസ്ഥാനം ഒരുപാട് മുന്നേറിയിരിക്കുന്നു. വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറി, സംസ്ഥാനം മാറി, ഇവിടുത്തെ സിസ്റ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. ഇവിടെ നിറഞ്ഞ പാത എന്തുകൊണ്ട് പലരും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ശരി, നല്ല കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് മോശം കാര്യങ്ങളെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ സംസാരിക്കാം. ആ ഭയാനകമായ കഥകളെക്കുറിച്ച്. വ്യവസായത്തിന് കേരളം ഒരു കഠിനമായ സ്ഥലമാണെന്ന ധാരണ വെറുതെ ഉണ്ടായതല്ല. വളരെ കാലം നിലനിന്നിരുന്ന ചരിത്രപരമായ വെല്ലുവിളികളുണ്ട്. അവയെക്കുറിച്ച് അറിവില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ പരാജയപ്പെടും. യാഥാർത്ഥ്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഇവിടെ എന്ത് സംഭവിച്ചിരുന്നു, എന്തായിരുന്നു ഇവിടുത്തെ പഴയ അവസ്ഥ, ഇന്ന് എന്താണ് ഇവിടുത്തെ അവസ്ഥ, നാളെ എന്താകുമെന്നുള്ള ഒരു കൃത്യമായ ബോധം ഈ രംഗത്തേക്ക് ഇറങ്ങുന്നവർക്ക് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അത് അവരുടെ ബിസിനസ്സിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഭൂമി അല്ലെങ്കിൽ അതിൻ്റെ അഭാവം. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇതൊരു രസകരമായ വസ്തുത മാത്രമല്ല, നിങ്ങൾ ഒരു വലിയ ഫാക്ടറി നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. ഭൂമിയിന്മേലുള്ള സമ്മർദ്ദം വളരെ വലുതാണ്. അതായത് ഭൂമി കിട്ടാൻ പ്രയാസമാണെന്ന് മാത്രമല്ല, അത് അവിശ്വസനീയമായ വിധം ചിലവേറിയതുമാണ് കേരളത്തിൽ. ഉയർന്ന ഭൂമി വില, യന്ത്രങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമായി നിങ്ങൾക്ക് ആവശ്യമായ പണം കവർന്നെടുത്ത് ഒരു ഇഷ്ടിക പോലും വെക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രോജക്റ്റിന് ഇല്ലാതാക്കും. വളരെയധികം പ്ലാനിങ്ങോടുകൂടെ വേണം എന്ത് ചെയ്യാൻ വേണ്ടി, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഈ ഒരൊറ്റ ഘടകം ചരിത്രപരമായ വലിയ തോതിലുള്ള നിർമ്മാണ വ്യവസായങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. രണ്ടാമത്തേത് പഴയ കാലത്തെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമാണ്. ോളം കേരളം ചുവപ്പ് നാടയുടെ പേരിൽ കുപ്രസിദ്ധമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ നാടകീയമായി മാറിയിട്ടുണ്ടെങ്കിലും ആ സംവിധാനത്തിൻ്റെ ഓർമ്മയും ചിലയിടങ്ങളിൽ അതിൻ്റെ അവശിഷ്ടങ്ങളും ഇപ്പോഴും ഒരു തലവേദനയാണ്. ഓരോന്നിനും അതിൻ്റെതായ നിയമപുസ്തകമുള്ള ഒരു ഡസനോളം വകുപ്പുകളുമായി ഇടപെടാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ സമയവും പണവും ഊറ്റിക്കളയുന്ന ഒരു ദുരിതമായിരുന്നു. ഒരു ലൈസൻസിനായി മാസങ്ങളോളം കാത്തിരിക്കുന്നതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുമായിരുന്നു. ഇത് ഏത് പുതിയ ബിസിനസ്സിനും അനിശ്ചിതത്വത്തിൻ്റെ ഒരു വിഷലിപ്തമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. സജീവമായ ട്രേഡ് യൂണിയനുകൾക്ക് പേരുകേട്ട സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ രംഗം ഉയർന്ന തൊഴിൽ ചെലവുകളും നിരന്തരമായ തടസ്സങ്ങളും സൃഷ്ടിക്കുമെന്ന് ധാരണയുണ്ടാക്കി. ഈ കഥ പലപ്പോഴും പെരുപ്പിച്ച് കാണിക്കുന്നതാണെങ്കിലും നിക്ഷേപകരെ പിന്തിരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു. മത്സരമുണ്ട്, കോമ്പറ്റീഷൻ. നിങ്ങളൊരു ഫാക്ടറി തുറക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ആളുകളുമായി മാത്രമല്ല മത്സരിക്കുന്നത്. ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിലെ വ്യവസായ ഭീമന്മാരുമായി നിങ്ങൾ ഇതിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഈ സ്ഥലങ്ങൾ സ്ഥാപിതമായ നിർമ്മാണ ശക്തി കേന്ദ്രങ്ങളാണ്. മാനുഫാക്ചറിംഗ് രംഗത്ത് പേരുകേട്ട സ്ഥലങ്ങളാണ്. ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുള്ള സ്ഥലമാണ്. വലിയ വ്യാവസായിക പാർക്കുകളും സുഗമമായ വിതരണ ശൃംഖലകളും ആഗോള പ്രശസ്തിയുമുണ്ട്. കേരളത്തിലെ ഒരു പുതിയ ഫാക്ടറിക്ക് ഒരു സാധാരണ ഉൽപ്പന്നം നിർമ്മിച്ച് വിലയിലും അളവിലും മത്സരിക്കാൻ ശ്രമിക്കുന്നത് വലിയ ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈ തടസ്സങ്ങളെല്ലാം കാണുമ്പോൾ ആരെങ്കിലും കേരളത്തെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട എന്ന് പറയുന്നതിൽ അതിശയിക്കാനില്ല. ഇതൊരു പരാജയപ്പെട്ട കളിയായി തോന്നാം. പക്ഷേ അത് കഥയുടെ പകുതി മാത്രമേ ആകുന്നുള്ളൂ. കളി മാറിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം നാട്ടിൽ മുമ്പ് ഉണ്ടായിരുന്ന, നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കഥകളായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് കളമൊന്ന് മാറ്റിപ്പിടിക്കാം. ആ പൊതുവായ ധാരണ അപകടകരമായ വിധം കാലഹരണപ്പെട്ടതാണെങ്കിലോ നമ്മളിപ്പോൾ സംസാരിച്ച വെല്ലുവിളികൾ ഒരു പഴയ കളിയുടെ ഭാഗമാണെന്നും കളി പൂർണ്ണമായി മാറിയെന്നും വന്നാലോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിശബ്ദവും എന്നാൽ ശക്തവുമായൊരു വിപ്ലവം കേരളത്തിലെ മുഴുവൻ നിർമ്മാണ മാനുഫാക്ചറിംഗ് മേഖലയും പിടിച്ചു കുലുക്കുകയാണ്. സേവന സമ്പദ് വ്യവസ്ഥക്കപ്പുറത്തേക്ക് പോകേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ പഴയ തടസ്സങ്ങളെ ആസൂത്രിതമായി ഇല്ലാതാക്കുകയും ബിസിനസ്സിനായി ഒരു പുതിയ അടിത്തറ പാകുകയും ചെയ്യുന്നു. നമ്മൾ സംസാരിക്കുന്നത് ചെറിയ നയപരമായ മാറ്റങ്ങളെക്കുറിച്ചല്ല, മറിച്ച് അധികമാരും ശ്രദ്ധിക്കാതെ പോയ അടിസ്ഥാനപരമായ ഘടനാപരമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. സംസ്ഥാനത്തിന് പുതിയ വ്യാവസായിക നയം, സുസ്ഥിര ഡിജിറ്റൽ പരിവർത്തനം, നൂതന ആശയങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. 5-10 വർഷം മുമ്പ് നിക്ഷേപിക്കാൻ പ്രയാസമായിരുന്ന കേരളമല്ല ഇന്നത്തെ കേരളം. ഇത് മനസ്സിലാക്കുന്ന സംരംഭകനാണ് അവിശ്വസനീയമായ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുന്നത്. അവർ പഴയ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങൾക്ക് എളുപ്പത്തിൽ പകർത്താനാവാത്ത പുതിയ ശക്തികളെ അവർ ഉപയോഗപ്പെടുത്തുന്നു. കളി മാറിയിരിക്കുന്നു. പുതിയ നിയമങ്ങൾ പഠിക്കേണ്ട സമയമാണിത്. അപ്പോൾ വിജയത്തിനുള്ള രൂപരേഖ, നിർണായക ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വിജയിക്കാനുള്ളതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ആ രഹസ്യക്കൂട്ട്? അഭിവൃദ്ധി പ്രാപിക്കുന്ന ബിസിനസ്സുകളെ പരാജയപ്പെടുന്നവയിൽ നിന്ന് വേർതിരിക്കുക എന്നുള്ളതാണ്. ഇത് പ്രധാനമായും 3 കാര്യങ്ങളിലേക്ക് ചുരുങ്ങുന്നു. ലക്ഷ്യം വെച്ചുള്ള സർക്കാർ പിന്തുണ ഉപയോഗിക്കുക, കേരളത്തിൻ്റെ തനതായ നേട്ടങ്ങൾക്ക് അനുയോജ്യമായ ഉൽപ്പന്നം തിരഞ്ഞെടുക്കുക,
അതിലേറ്റവും മൂല്യവത്തായ ആസ്തിയെ ഇവിടുത്തെ ജനങ്ങളെ പ്രയോജനപ്പെടുത്തുക. ഒന്ന്, സർക്കാർ പിന്തുണ. ഇവിടെയാണ് ഏറ്റവും നാടകീയമായ മാറ്റം സംഭവിച്ചത്. ഉദ്യോഗസ്ഥ കാലതാമസത്തെക്കുറിച്ചുള്ള പഴയ കഥ ഡിജിറ്റൽ സമീപനത്തിലൂടെ നേരിട്ട് കൈകാര്യം ചെയ്യപ്പെട്ടു. സർക്കാർ KSFT, കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പാരന്റ് ക്ലിയറൻസ് ആരംഭിച്ചു. ഇതൊരു ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഒറ്റ ലോഗിൻ ഉപയോഗിച്ച് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള എല്ലാ അനുമതികളും ലൈസൻസുകളും അപേക്ഷിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നു. ഇന്ന് ഓൺലൈനായി പേപ്പർ വർക്കുകളും കാലതാമസവും കുറയ്ക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ബിസിനസ് റെക്കോർഡ് സമയത്തിനുള്ളിൽ ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം ലാഭം നമുക്ക് ഇതിലൂടെ പറ്റുന്നുണ്ട്. പിന്നീട് 2022 ആരംഭിച്ച സംരംഭക വർഷം പദ്ധതി ഉണ്ടായിരുന്നു. അതൊരു വഴിത്തിരിവായിരുന്നു. ഒരു വർഷം കൊണ്ട് 1 ലക്ഷം പുതിയ ചെറുകിട സൂക്ഷ്മ ഇടത്തര സംരംഭങ്ങൾ MSME സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. അവർ ലക്ഷ്യം കൊണ്ടുവന്ന് മാത്രമല്ല 8 മാസം കൊണ്ട് അത് മറികടന്നു എന്നുള്ളതാണ്. 1 ലക്ഷം സംരംഭങ്ങൾ എന്നുള്ളത് ഒരു വർഷം എന്നുള്ളതിന് പകരം 8 മാസം കൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇന്ന് വരെ ഈ പദ്ധതി 3.5 ലക്ഷത്തിലധികം പുതിയ MSMEകളും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ സഹായിച്ചു. ഇത് വൻ വിജയകരമായിരുന്നു. ഇത് പൊതുഭരണത്തിലെ നൂതന ആശയങ്ങൾക്ക് ഒരു അന്താരാഷ്ട്ര അവാർഡ് പോലും നേടി. ഇതൊരു വെബ്സൈറ്റ് മാത്രമല്ല, ലൈസൻസ് എടുക്കുന്നത് മുതൽ ലോൺ ഉറപ്പാക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളിലും സംരംഭകരെ സഹായിക്കാൻ യോഗ്യരായ പ്രൊഫഷണലുകൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയമിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് എല്ലാ പഞ്ചായത്തിലും ഇതുപോലെ MSME വ്യാവസായിക യൂണിറ്റുകൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും, സർക്കാർ സഹായങ്ങളും, അതുപോലെ തന്നെ ടെക്നിക്കൽ, മാർക്കറ്റിംഗ് എല്ലാ തലത്തിലുമുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനായിട്ട് പ്രൊഫഷൻസിന് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യരായിട്ടുള്ള പ്രൊഫഷണലുകൾ നമ്മളെ സഹായിക്കാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രത്തോളം നമ്മൾ മുന്നേറിയിരിക്കുന്നു. നമ്മുടെ ഫൗണ്ടേഷൻ വളരെ വലുതാണ്. നമ്മുടെ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫൗണ്ടേഷൻ വളരെ വലുതാണ്. രണ്ടാമത്തെ താക്കോൽ ശരിയായ ഉൽപ്പന്നം തിരഞ്ഞെടുക്കുന്നതാണ്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഒരു സാധാരണ ഉൽപ്പന്നം ഉണ്ടാക്കി മറ്റ് സംസ്ഥാനങ്ങളിലെ വൻകിട ഫാക്ടറികളുമായി മത്സരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. കേരളത്തിന് തനതായ മറ്റാർക്കും തോൽപ്പിക്കാനാവാത്ത മുൻതൂക്കം എവിടെയാണ് നോക്കുക എന്നതാണ് പ്രധാനം. ഇത് അതിൻ്റെ പ്രകൃതി വിഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ ഉൽപ്പാദകരാണ് കേരളം. ഇത് ടയറുകൾ, ഗ്ലാസുകൾ, ഗ്ലൗസുകൾ, പാദരക്ഷകൾ തുടങ്ങിയ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു. തേങ്ങ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ഇവിടം. ഇത് ഭക്ഷ്യ സംസ്കരണത്തെ വലിയ കയറ്റുമതി സാധ്യതകളുള്ള ഒരു വലിയ അവസരമാക്കി മാറ്റുന്നു. ഉയർന്ന നിലവാരമുള്ള വെളിച്ചെണ്ണയ്ക്ക് പേരുകേട്ട KLF, നിർമ്മൽ പോലുള്ള കമ്പനികളെ നോക്കൂ. അവർ ഈ ആശയത്തിൽ ഒരു ആഗോള ബ്രാൻഡ് തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. കൂടാതെ ആഗോള വെൽനസ് തരംഗത്തോടെ ആയുർവേദത്തിലുള്ള കേരളത്തിൻ്റെ ആഴത്തിലുള്ള വേരുകൾ ഔഷധങ്ങൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും വലിയൊരു വിപണി എന്തായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പരമ്പരാഗത വിഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഇലക്ട്രോണിക്സ്, പ്രതിരോധം, പെട്രോകെമിക്കൽസ് എന്നിവയ്ക്കായി സർക്കാർ സജീവമായി ഹബ്ബുകൾ നിർമ്മിക്കുന്നു. സോളാർ പാനലുകൾ, EV വെഹിക്കിൾ സ്പെയർ പാർട്സുകൾ തുടങ്ങിയ പ്രോത്സാഹിപ്പിക്കുന്ന ഹരിത സ്മാർട്ട് നിർമ്മാണത്തിനായി വലിയൊരു മുന്നേറ്റം തന്നെ നടക്കുന്നുണ്ട്. കൊച്ചിയിലെ ഓട്ടോമേഷനിൽ മുൻനിരയിലുള്ള അസിമോവ് റോബോട്ടിക്സ് സോളാർ ഫെറികൾ നിർമ്മിക്കുന്നതിൽ നേതാക്കളായ നവാൾട്ട് സിസ്റ്റംസ് തുടങ്ങിയ വിജയഗാഥകൾ ഇതിനകം ഉയർന്നു വരുന്നുണ്ട്. മൂന്നാമത്തെ, ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിജയഘടകം ഇവിടുത്തെ ജനങ്ങളാണ്. കേരളത്തിലെ ഉയർന്ന സാക്ഷരതാ നിരക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യ മൂല്യം അത് സൃഷ്ടിക്കുന്ന വൈദഗ്ധ്യമുള്ള മിടുക്കുള്ളതുമായ തൊഴിൽ ശക്തിയാണ്. ഉയർന്ന കൃത്യത ആവശ്യമുള്ള പരമ്പരാഗത ജോലികൾക്കും ഹൈടെക് നിർമ്മാണത്തിൻ്റെ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പ്രതിഭാശാലികളുടെ കൂട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ സംസ്ഥാനത്തിൻ്റെ ശ്രദ്ധയെ ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകളെ പിന്തുണച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പിന്താങ്ങുന്നു. ഇത് IBM, HCL ടെക്, നിസാൻ ഡിജിറ്റൽ തുടങ്ങിയ ആഗോള ഭീമന്മാരെ ആകർഷിച്ചു. അവർ ഇവിടെ പ്രവർത്തനങ്ങൾ സ്ഥാപിക്കുകയും മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കഴിയുമെന്ന് അറിയാവുന്നതിനാൽ വികസനം തുടരുകയും ചെയ്യുന്നു. 72,000-ലധികം പ്രൊഫഷണലുകളുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ IT പാർക്കുകളിലൊന്നായ ടെക്നോ പാർക്കിൻ്റെ ആസ്ഥാനമായ ഇവിടുത്തെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ലഭ്യത പരിശീലന ചെലവ് കുറയ്ക്കുകയും നൂതനാശയങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന ഒരു വലിയ നേട്ടമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. കേരളത്തിൻ്റെ ഒരു ഫാക്ടറി തുടങ്ങുന്നത് ഒരു തെറ്റാണോ? ഉത്തരം എന്നാണ്. നിങ്ങൾ കാലഹരണപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മാത്രം. പ്രാദേശിക സാഹചര്യം അറിയാതെ ഭൂമി ആവശ്യങ്ങൾക്കുള്ള ഒരു സാധാരണ ഫാക്ടറി നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു തെറ്റാണ്. സംസ്ഥാനത്തിൻ്റെ തനതായ ശക്തികളെ അവഗണിച്ച് മറ്റെവിടെയെങ്കിലും നന്നായി പ്രവർത്തിക്കുന്ന ഒരു മാതൃക പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു തെറ്റാണ്. സർക്കാർ നടത്തിയ അവിശ്വസനീയമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് തീർച്ചയായും അതൊരു തെറ്റാണ്. പക്ഷേ നിങ്ങൾ മിടുക്കനാണെങ്കിൽ, നിങ്ങൾ ഗൃഹപാഠം ചെയ്യുകയാണെങ്കിൽ, നല്ല ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ ഫാക്ടറി തുടങ്ങുന്നത് നിങ്ങൾ എടുക്കുന്ന ഏറ്റവും മികച്ച തീരുമാനമായിരിക്കും. ഇവിടുത്തെ വിജയം വെല്ലുവിളികളെ ഒഴിവാക്കുന്നതിലല്ല, നിങ്ങളുടെ ബിസിനസ്സിന് സംസ്ഥാനത്തിൻ്റെ ശക്തവും വികസിച്ചു കൊണ്ടിരിക്കുന്നതുമായ കഴിവുകളുമായി യോജിപ്പിച്ചു നിൽക്കുന്നതിലാണ്. അത് സുഗന്ധവ്യഞ്ജനങ്ങളും കയറും ആയാലും റോബോട്ടിക്സും ഗ്രീൻ ടെക്കും ആയാലും കേരളത്തിൻ്റെ തനതായ വിഭവങ്ങളെ പ്രയോജനപ്പെടുന്ന ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കുന്നതാണ്. നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള KSFT സംരംഭക വർഷം പോലുള്ള പിന്തുണയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ചേരുന്നതിലാണ്. ഉയർന്ന വൈദഗ്ധ്യമുള്ള ഒരു തൊഴിൽ ശക്തിയുടെ അടിത്തറയിൽ നിങ്ങൾ കമ്പനി കെട്ടിപ്പടുക്കുന്നതിലാണ്. ഇപ്പോൾ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒരു കാലത്ത് 28ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു സംസ്ഥാനം നിക്ഷേപകരിൽ നിന്നുള്ള യഥാർത്ഥ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മുൻനിര റാങ്കിങ്ങുകൾ നേടി സ്വയം പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. ഇവിടുത്തെ യാഥാർത്ഥ്യത്തെക്കാൾ വളരെ പിന്നിലാണ് പൊതുവായ ധാരണ. കേരളത്തിലെ അവസരം അത് പണ്ടെന്തായിരുന്നു എന്നതിലല്ല, മറിച്ച് അത് എന്തായി തീർന്നു എന്നതിലാണ്. അത് കാണാതെ പോകുന്നതായിരിക്കും ഏറ്റവും വലിയ തെറ്റ്. ഇനി എനിക്ക് നിങ്ങളിൽ നിന്ന് കേൾക്കണം, നിങ്ങളൊരു സംരംഭകനാണോ, നിക്ഷേപകനാണോ, അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ താല്പര്യമുള്ള ഒരാളോ ആകട്ടെ, നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയണം. കേരളത്തിൻ്റെ ബിസിനസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ആശങ്കയോ ചോദ്യമോ എന്താണ്? പഴയ കഥകൾ കാരണം നിങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ടോ? അതോ നിങ്ങൾ പുതിയ അവസരങ്ങൾ കണ്ടു തുടങ്ങിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുന്നു. ഈ അത്ഭുതകരമായ സംസ്ഥാനത്തെ മാനുഫാക്ചറിംഗ് മേഖലയുടെ ഭാവിയെക്കുറിച്ച് നമുക്കൊരു യഥാർത്ഥ സംഭാഷണം ആരംഭിക്കാം. കണ്ടതിന് നന്ദി. നല്ലൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോയുടെ ഭാഗമായി നാളെ നമ്മുടെ ചാനലിൽ എങ്ങനെ നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നല്ലൊരു മാർക്കറ്റ് റിസർച്ച് നടത്താം എന്ന വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. വിത്ത് ലോട്ട് ഓഫ് സർപ്രൈസസ്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.